നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിലെ പ്രതിക്ക് എങ്ങനെ CBI അന്വേഷണം ആവശ്യപ്പെടാമെന്ന് കോടതി കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് CBI അന്വേഷണം ആവശ്യമുയർത്തുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിലെ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. പാലക്കാട് മുണ്ടൂരിലെ കാട്ടാനാക്രമണത്തിൽ മരിച്ച അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പഞ്ചായത്തിൽ CPIM ഹർത്താൽ. പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അലന്റെ മാതാവ് വിജി പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിൽ നിന്ന് CPIM ഹർത്താൽ ആഹ്വാനം ചെയ്തു. എറണാകുളം കാലടിയിൽ കഞ്ചാവുമായി യുവതികൾ പിടിയിൽ. ഒഡീഷ സ്വദേശികളായ ഗീതാഞ്ജലി ബെഹ്റ, സ്വർണലത എന്നിവരാണ് KSRTC ബസ്സിൽ നിന്ന് 7 കിലോ കഞ്ചാവുമായി പിടിയിലായത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. ഇത്തരത്തിൽ ഇവർ ഇതിനു മുമ്പും കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അന്വേഷണം പുരോഗമിക്കുന്നു. മന്ത്രി ശിവൻകുട്ടിയുമായി ചർച്ചയ്ക്ക് ആശാവർക്കർമാർ. സമരം നടത്തുന്ന ആശാവർക്കർമാരും തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത്. BJP ആട്ടിൻ തോലിട്ട ചെന്നായയാണെന്ന് ബിനോയ് വിശ്വം. വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കാൻ ബിഷപ്പുമാർ അത്യാവേശം കാട്ടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തെ വൈദികർക്കെതിരെയുള്ള ആക്രമണം കൃത്യമായ സൂചനയാണ്. ക്രൈസ്തവർ RSSന്റെ പ്രഖ്യാപിത ശത്രുക്കളാണ്. ഒരു ഭൂമിയും ആർക്കും വിട്ടുകൊടുക്കാൻ RSS തയ്യാറല്ല. BJPയുടെ കള്ളച്ചിരിയിൽ ചിലർ വീണുപോയി. BJP ആട്ടിൻ തോലിട്ട ചെന്നായയാണെന്നും വൈകാതെ ഇവർ മനസ്സിലാക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. മനസ്സ് മരവിപ്പിക്കുന്ന ക്രൂരത. പഴുത്തൊലിക്കുന്ന മുറിവുകളുമായി ആനയെ എഴുന്നള്ളിച്ചു. ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ. പഴുത്തൊലിക്കുന്ന മുറിവുകളുമായി ആനയെ എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കണ്ണൂർ തളാപ്പിലെ ക്ഷേത്രത്തിലാണ് സംഭവം. മംഗലാകുന്ന് ഗണേശൻ എന്ന ആനയോടാണ് ഉടമസ്ഥരുടെ ക്രൂരത. ആനയുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടും ആനയെ എഴുന്നള്ളിക്കുകയായിരുന്നു. ആനയുടെ കാലിനും പരിക്കുണ്ട്. എന്നാൽ ഇത്രയും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടും 3 കിലോമീറ്ററോളം ദൂരമാണ് ആനയെ നടത്തിയത്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ആന നടക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത് കാണാം. സമസ്തയിൽ വീണ്ടും വിഭാഗീയത. സമസ്ത മുഷാവറ അംഗവും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ സ്ഥാപനത്തിൽ അധ്യാപകനുമായ അസ്കർ അലി ഫൈസിയെ മാനേജ്മെന്റ് പുറത്താക്കിയതിലെ പ്രതിഷേധമാണ് വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടത്. ഒരു പണ്ഡിതനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പുറത്താക്കൽ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് സമസ്തയിലെ ഒരു വിഭാഗവും വിദ്യാർത്ഥി കൂട്ടായ്മയും അറിയിച്ചിരുന്നു. പെരിന്തൽമണ്ണയിൽ വൈകുന്നേരം 5:30 പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. മണിപ്പൂരിൽ ന്യൂനപക്ഷ മോർച്ച നേതാവ് മുഹമ്മദ് അസ്കർ അലിയുടെ വീട് കത്തിച്ചു. ദില്ലി. വഖഫ് ബില്ലിനെ പിന്തുണച്ചതിന് മണിപ്പൂരിൽ BJP നേതാവിന്റെ വീട് കത്തിച്ചു. BJP ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ മുഹമ്മദ് അസ്കർ അലിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മണിപ്പൂരിലെ ലില്ലോങ്ങിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം വഖഫ് ബില്ലിനെ പിന്തുണച്ച് അസ്കർ അലി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാളുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. മലേഗാവ്. വിധി പറയും മുൻപ് ജഡ്ജിയെ സ്ഥലം മാറ്റി. മുംബൈ. മുൻ MP പ്രജ്ഞ സിംഗ് ഠാക്കൂർ ഉൾപ്പെട്ട മലേഗാവ് സ്ഫോടന കേസിലെ വിധിന്യായം തയ്യാറാക്കുന്നതിനടുത്തിരിക്കെ ജഡ്ജി AK ലഹോട്ടിയെ മുംബൈയിൽ നിന്ന് നാസിക്കിലേക്ക് സ്ഥലം മാറ്റി. വേനലവധിക്ക് ശേഷം ജൂൺ 9 ജഡ്ജിമാരുടെ സ്ഥലം മാറ്റം പ്രാബല്യത്തിൽ വരുന്നത്. 17 വർഷം മുൻപത്തെ കേസിൽ വാദം കേൾക്കുന്നതിനിടെ സ്ഥലം മാറ്റപ്പെടുന്ന 5ാമത്തെ ജഡ്ജിയാണ് ലഹോട്ടി. ട്രംപിന്റെ നയങ്ങൾക്കെതിരെ കെയർ സ്റ്റാർമർ. 2ാം വരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നയങ്ങളിൽ ലോക നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനിടെയാണ് UK പ്രധാനമന്ത്രി പ്രതികരണത്തിന് ഒരുങ്ങുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിക്കുന്ന കടുത്ത നിലപാടുകളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനൊരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. ഗാസയിലെ ദേർ അൽ ബലായിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോവാൻ ഇസ്രായേൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ താമസിച്ചിരുന്ന ടെന്റിന് നേരെയും ആക്രമണം നടന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. IPL അപ്ഡേറ്റ്സ്. ഇന്നലെ നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.